ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രാറ്റജി ഈസ് പാർട്ട്ലി പ്രൊയാക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് സ്ട്രാറ്റജി, പിന്നെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ബെനിഫിറ്റ് ആൻഡ് ലിമിറ്റേഷൻസ് ആണ്. ഫസ്റ്റ് നമ്മൾ സ്ട്രാറ്റജി ഈസ് പാർട്ട്ലി പ്രൊയാക്റ്റീവ് ആൻഡ് പാർട്ട്ലി റിയാക്റ്റീവ് നോക്കാം. ഒരു കമ്പനിയുടെ സ്ട്രാറ്റജി എന്നത് മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നത് പറയുമ്പോൾ പ്രൊയാക്റ്റീവ്, സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്തി എന്ന് പറയുമ്പോൾ റിയാക്റ്റീവ് ആയിരിക്കും. Proactive strategy. In proactive strategy, organization will analyze possible environmental scenarios and create strategic framework after proper planning, setting procedure in predetermined manner. ഈ പ്രൊയാക്റ്റീവ് സ്ട്രാറ്റജിനെ PPP എന്ന് പറയും. P പ്രോപ്പർ പ്ലാനിങ്, സെറ്റിംഗ് പ്രൊസീജിയർ, പ്രീഡിറ്റർമിനൻറ്റ് മാനർ. ഭാവിയിൽ വരാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ വിശകലനം ചെയ്ത് അതനുസരിച്ച് പ്ലാൻ ചെയ്യുന്ന രീതിയാണ് ഈ പ്രൊയാക്റ്റീവ് സ്ട്രാറ്റജി. ഇവിടെ കാര്യങ്ങൾ പ്രീഡിറ്റർമിൻഡ് മാനറിലായിരിക്കും. നെക്സ്റ്റ് പോകുന്നത് cannot forecast. However, in reality, no company can forecast both internal and external environment exactly. Everything cannot be planned in advance. It's not possible to anticipate moves of rival firms, consumer behavior, change in technology. ഫോർകാസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇനി എന്ത് സംഭവിക്കുന്നത് നമുക്ക് മുൻകൂട്ടി കാണാനുള്ള കഴിവൊന്നും. കാരണം ഫേംസിൻ്റെ ബിഹേവിയർ അനുസരിച്ച്, കൺസ്യൂമർ ബിഹേവിയർ അനുസരിച്ച്, ടെക്നോളജി മാറുന്നതിനനുസരിച്ച് ഓരോ ട്രെൻഡ് വരുമ്പോൾ ആളുകൾ ആ ട്രെൻഡിനൊക്കെ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ടൊന്നും നമുക്ക് ഫോർകാസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റില്ല. നെക്സ്റ്റ് വരുന്നത് ഡീവിയേഷനാണ്. There can be significant deviation between what was visualized versus what was actually happens. Strategies need to be modified in the light of possible environmental changes that can be significant or major strategic changes when the environment demands. Reactive strategy. സാഹചര്യത്തിനനുസരിച്ചുള്ള പ്രതികരണം triggered by environmental changes and provide ways and means to cope with negative factor or take advantage of emerging opportunity. എല്ലാ കാര്യങ്ങളും നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയില്ലെന്ന് പറഞ്ഞു. cannot forecast everything. എക്സാമ്പിൾ എതിരാളികളുടെ നീക്കങ്ങൾ, ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾ, സാങ്കേതിക വിദ്യയിലെ മാറ്റങ്ങളും ഇത്തരം സാഹചര്യങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങളാണ് റിയാക്റ്റീവ് സ്ട്രാറ്റജി. ഇത് പരിസ്ഥിതിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ഒരു പ്രതികരണമാണ്. ട്രിഗേർഡ് ബൈ എൻവയോൺമെൻറ്റൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇത് പരിസ്ഥിതിയിലെ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള പ്രതികരണമാണ്. ചുരുക്കത്തിൽ ഒരു ബിസിനസ് വിജയിക്കാൻ പ്ലാനിങ്ങും അതുപോലെ തന്നെ സാഹചര്യത്തിനനുസരിച്ച് മാറാനുള്ള കഴിവും അത്യാവശ്യമാണ്. ഈ വിജയിക്കാനുള്ള പ്ലാനിങ് ആണ് നമ്മൾ ആദ്യം തയ്യാറാക്കുന്ന പ്രൊയാക്റ്റീവ്. അതുപോലെ തന്നെ സാഹചര്യങ്ങൾക്കനുസരിക്കാനുള്ള മാറുന്ന കഴിവ് റിയാക്റ്റീവ്. നെക്സ്റ്റ് പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ആണ്. രണ്ട് പ്രധാന ഒബ്ജക്റ്റീവ്സ് ആണ് ഉള്ളത്. ഒന്ന് ക്രിയേറ്റ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജും ചേഞ്ചസ് ഇൻ എൻവയോൺമെൻറ്റുമാണ്. കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ സോ ദാറ്റ് കമ്പനി ക്യാൻ ഔട്ട് പെർഫോം കോമ്പറ്റേറ്റേഴ്സ് ഇൻ ഓൾ ആസ്പെക്ട് ഓഫ് ഓർഗനൈസേഷണൽ പെർഫോമൻസ് ആൻഡ് ഡെലിവർ സുപ്പീരിയർ റിട്ടേൺസ് ഓർ വാല്യൂ ഓർ പെർഫോമൻസ് ടു സ്റ്റേക്ക് ഹോൾഡർ. മറ്റുള്ളവരെക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കമ്പനിയെ സഹായിക്കുന്നു. സവിശേഷതയും മൂല്യമുള്ളതുമായ സ്ഥാനത്തെത്തുക എന്നാണ് ഇതിൻ്റെ ലക്ഷ്യം. യുണീക്ക് ആൻഡ് വാല്യൂഡ്. നെക്സ്റ്റ് ചേഞ്ചസ് ഇൻ എൻവയോൺമെൻറ്റ്. ടു ഗൈഡ് കമ്പനി സക്സസ്ഫുള്ളി ത്രൂ ഓൾ ചേഞ്ചസ് ഇൻ ദ എൻവയോൺമെൻറ്റ് എൻഷ്യൂറിംഗ് ദ റൈറ്റ് റിയാക്ഷൻ ആൻഡ് അഡാപ്റ്റേഷൻ ആർ മെയ്ഡ്. ടു ഗൈഡ് കമ്പനി സക്സസ്ഫുള്ളി. ചുറ്റുമുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുമ്പോൾ കമ്പനിയെ കൃത്യമായ ദിശയിൽ നയിക്കുന്നു. ഇനി നമുക്ക് നേരെ ബെനഫിറ്റ്സിലേക്ക് പോവാം. അതിൽ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഗിവ്സ് എ ഡയറക്ഷൻ ടു ദ കമ്പനി ടു മൂവ് അഹെഡ്. ഇറ്റ് ഡിഫൈൻ ദ ഗോൾസ് ആൻഡ് മിഷൻ. കമ്പനിയുടെ ലക്ഷ്യങ്ങളും ദൗത്യവും അതുപോലെ മിഷൻ, ഗോൾസ് ആൻഡ് മിഷൻസ് എന്താണെന്ന് കൃത്യമായി നിർവചിക്കുന്നു. നെക്സ്റ്റ് ഡെസിഷൻ മേക്കിംഗ് ഫ്രെയിംവർക്ക്. ഇറ്റ് പ്രൊവൈഡ്സ് ഫ്രെയിംവർക്ക് ഫോർ ഓൾ മേജർ ഡെസിഷൻ ഓഫ് എൻ എൻ്റർപ്രൈസ് സച്ച് ആസ് ഡെസിഷൻ ഓൺ ബിസിനസ്, പ്രൊഡക്റ്റ്, മാർക്കറ്റ്, മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഇറ്റ് പ്രൊവൈഡ്സ് ബെറ്റർ ഗൈഡൻസ് ടു എൻ്റയർ ഓർഗനൈസേഷൻ ഓൺ ദ ക്രൂഷ്യൽ പോയിന്റ് വാട്ട് ഇറ്റ് ഈസ് ട്രൈയിങ് ടു ഡു. തീരുമാനങ്ങൾ എടുക്കാനുള്ള ഫ്രെയിംവർക്കാണ്. പുതിയ പ്രോഡക്റ്റുകൾ, മാർക്കറ്റ് നിക്ഷേപം എന്നിവയെക്കുറിച്ച് മികച്ച തീരുമാനം എടുക്കാൻ സഹായിക്കുന്നു. നെക്സ്റ്റ് ഡിഫൻസ് മെക്കാനിസം. ഇറ്റ് സെർവ് ആസ് കോർപ്പറേറ്റ് ഡിഫൻസ് മെക്കാനിസം അഗെയിൻസ്റ്റ് മിസ്റ്റേക്സ് ആൻഡ് പിറ്റ്ഫോൾസ്. ഇറ്റ് ഹെൽപ്പ് ഓർഗനൈസേഷൻ ടു അവോയ്ഡ് കോസ്റ്റ്ലി മിസ്റ്റേക്സ്. ബിസിനസ്സിൽ വരാൻ സാധ്യതയുള്ള തെറ്റുകൾ, പരാജയങ്ങൾ ഒഴിവാക്കാൻ ഇതൊരു ഡിഫൻസ് മെക്കാനിസമായിട്ട് പ്രവർത്തിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് പ്രൊയാക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ്. ഇറ്റ് ഹെൽപ്സ് ഓർഗനൈസേഷൻ ടു ബി പ്രൊയാക്റ്റീവ് ഇൻസ്റ്റെഡ് ഓഫ് റിയാക്റ്റീവ് ഇൻ ഷേപ്പിംഗ് ഇറ്റ് ഫ്യൂച്ചർ. കമ്പനിയെ വെറുതെ പ്രതികരിക്കുന്ന ഒന്നാക്കി മാറ്റാതെ ഭാവിയെ രൂപപ്പെടുത്താൻ പ്രാപ്തമാക്കുന്നു. നെക്സ്റ്റ് വരുന്നതാണ് ഫേസ് ഫ്യൂച്ചർ. ഇറ്റ് ഫെസിലിറ്റേറ്റ് ടു പ്രിപ്പയർ ദ ഓർഗനൈസേഷൻ ടു ഫേസ് ഫ്യൂച്ചർ ആൻഡ് ആക്ട് ആസ് പാത്ത് ഫൈൻഡർ ടു വേരിയസ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്. പാത്ത് ഫോർ ഫ്യൂച്ചർ എന്ന് വെക്കുമ്പോൾ ഭാവിയിലെ അവസരങ്ങൾ കണ്ടെത്താനും ഒരു പാത്ത് ഫൈൻഡറായി പ്രവർത്തിക്കാനും ഇത് ഓർഗനൈസേഷനെ സഹായിക്കുന്നു. പാത്ത് ഫൈൻഡർ. നെക്സ്റ്റ് ലോഞ്ചിവിറ്റി. It helps to enhance the longevity of the business with competition and dynamic environment. It may be challenging for organization to survive the long run. മാറിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് സാഹചര്യങ്ങളിൽ ദീർഘകാലം നിൽക്കാൻ വേണ്ടി ഇത് സഹായിക്കുന്നു. സർവൈവ് ദ ലോങ് റൺ.
നെക്സ്റ്റ് വരുന്നത് സർവൈവൽ ആൻഡ് ഗ്രോത്ത്. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ സർവൈവൽ ആൻഡ് ഗ്രോത്ത് ഓഫ് ദ ബിസിനസ് ഓർഗനൈസേഷൻ ഇൻ ഡൈനാമിക് ബിസിനസ് എൻവയോൺമെൻറ്റ്. നിലനിൽപ്പും വളർച്ചയും എന്ന് വെച്ചാൽ ഡൈനാമിക് ആയി ഈ ലോകത്ത് ഒരു ബിസിനസ് നിലനിൽക്കാനും വളരാനും സ്ട്രാറ്റജിക് മാനേജ്മെന്റ് അത്യന്താപേക്ഷിതമാണ്. നെക്സ്റ്റ് വരുന്ന ഓപ്പർച്യൂണിറ്റീസ്. ഇറ്റ് ഹെൽപ്സ് ദ ഓർഗനൈസേഷൻ ടു ഐഡൻറ്റിഫൈ ദ അവൈലബിൾ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഐഡൻറ്റിഫൈ വേഴ്സ് ആൻഡ് മീൻസ് ടു അച്ചീവ് ദം. ലഭ്യമായ അവസരങ്ങൾ തിരിച്ചറിയാനും അവ എങ്ങനെ നേടിയെടുക്കാനും എന്നും പ്ലാൻ ചെയ്യാൻ ഇത് സഹായിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് കോർ കോമ്പിറ്റൻസീസ് ആൻഡ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. ഇറ്റ് ഹെൽപ്സ് ദ ഓർഗനൈസേഷൻ ടു ഡെവലപ്പ് സെർട്ടൻ കോർ കോമ്പിറ്റൻസീസ് ആൻഡ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ദാറ്റ് വുഡ് ഫെസിലിറ്റേറ്റ് സർവൈവൽ ആൻഡ് ഗ്രോത്ത്. മറ്റ് കമ്പനികൾക്ക് ഇല്ലാത്ത പ്രത്യേക കഴിവുകൾ, അതാണ് കോർ കോമ്പിറ്റൻസീസ്. വികസിപ്പിക്കാനും അതുവഴി വിപണിയിൽ മുന്നിലെത്താനും ഇത് സഹായിക്കുന്നു. കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. നെക്സ്റ്റ് ലിമിറ്റേഷൻ. എല്ലാത്തിനും ഓരോ ലിമിറ്റേഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്സിനും ലിമിറ്റേഷൻസ് ഉണ്ട്. അത് ഒന്നാണ് കോംപ്ലക്സ് ആൻഡ് ടർബുലൻറ്റ്. Environment is highly complex and turbulent. It is difficult to understand complex environment and pinpoint of future shape. The organization about its future shape may often go wrong. The organization has to deal with the supplier, customer, government and other external factors. ബിസിനസ് സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലക്സ് ആൻഡ് ടർബുലൻ്റ് ആണ്. ഭാവി കൃത്യമായി പ്രവചിക്കാൻ കഴിയില്ല. അത് പലപ്പോഴും തെറ്റിയായി പോകാം. നെക്സ്റ്റ് വരുന്നത് ടൈം കൺസ്യൂമിംഗ് പ്രോസസ്. Strategic management is a time-consuming process. Organizations spend a lot of time in preparing and communicating strategies, which may impede daily operation and negatively impact the routine business. സ്ട്രാറ്റജികൾ തയ്യാറാക്കാനും നടപ്പിലാക്കാനും ഒരുപാട് സമയം ആവശ്യമാണ്. ഇത് ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിച്ചേക്കാം. ടൈം കൺസ്യൂമിംഗ് പ്രോസസ്സാണ്. ടൈം കൺസ്യൂമിംഗ്. നെക്സ്റ്റ് വരുന്നത് കോസ്റ്റ്ലി പ്രോസസ്. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഈസ് കോസ്റ്റ്ലി പ്രോസസ് ബിക്കോസ് ഇറ്റ് ഇൻവോൾവ്സ് സിഗ്നിഫിക്കൻറ്റ് എക്സ്പെൻസസ് ഫോർ ഹയറിംഗ് എക്സ്പെർട്ട് സ്ട്രാറ്റജിക് പ്ലാനേഴ്സ് ആൻഡ് പെർഫോമിംഗ് ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ എൻവയോൺമെന്റ്. ദിസ് ക്യാൻ ബി പർട്ടിക്കുലർലി ചലഞ്ചിങ് ഫോർ സ്മോൾ ആൻഡ് മീഡിയം ഓർഗനൈസേഷൻ വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ്. ഇതൊരു കോസ്റ്റ്ലി പ്രോസസ്സാണ്. സ്ട്രാറ്റജിക് പ്ലാനർമാരെ നിയമിക്കാനും ഡാറ്റ വിശകലനം ചെയ്യാനും വലിയ തുക ചെലവാകും. ഇത് ചെറിയ കമ്പനികൾക്ക് പ്രയോഗമായെന്ന് വരില്ല. ഇത് കോസ്റ്റ്ലി പ്രോസസ്സാണ്. നെക്സ്റ്റ് അൺപ്രഡിക്റ്റബിൾ competition. Competition is unpredictable in a competitive scenario. It is difficult to clearly estimate competitive responses of strategies moved by an organization. എതിരാളികൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് കൃത്യമായി കണക്ക് കൂട്ടാൻ ബുദ്ധിമുട്ടാണ്. സോ ഇതും ഒരു ലിമിറ്റേഷനാണ്. ലിമിറ്റേഷൻസ് ഏതൊക്കെയാണെന്നൂടെ നോക്കാം. 1 കോംപ്ലക്സ് ആൻഡ് ടർബുലൻറ്റ്, 2 ടൈം കൺസ്യൂമിംഗ് ആണ്, 3 കോസ്റ്റ്ലി പ്രോസസ്സാണ്, 4 അൺപ്രഡിക്റ്റബിൾ കോമ്പറ്റീഷൻ ആണ്. ബാക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.